നമസ്കാരം. കോതമംഗലത്ത് കാമുകൻ റമീസിന്റെ ഭീഷണിയെ തുടർന്ന് 23-കാരിയായ TTC വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവം NIA അന്വേഷിക്കണമെന്ന ആവശ്യവുമായി യുവതിയുടെ കുടുംബം. NIA അന്വേഷണം ആവശ്യപ്പെട്ട് യുവതിയുടെ മാതാവ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കത്തയച്ചു. മകൾ ആത്മഹത്യ ചെയ്തത് നിർബന്ധിത മതപരിവർത്തന ശ്രമം മൂലമാണെന്നാണ് മാതാവ് കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പോലീസ് കേസെടുത്തിരിക്കുന്നത് ദുർബല വകുപ്പുകൾ മാത്രം ചുമത്തിയാണെന്നും കുടുംബം ആരോപിക്കുന്നു. യുവതിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ പറവൂർ, ആലങ്ങാട്, പാനായിക്കുളം, തോപ്പിൽപ്പറമ്പിൽ റമീസ് അറസ്റ്റിലായിരുന്നു. അതേസമയം വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവം അന്വേഷിക്കാൻ 10-അംഗ സംഘത്തെ നിയോഗിച്ചു. മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. ബിനാനിപുരം, കുട്ടമ്പുഴ SHOമാർ അന്വേഷണ സംഘത്തിലുണ്ട്. യുവതി ആത്മഹത്യ ചെയ്തത് മതം മാറ്റത്തിന് വിസമ്മതിച്ചതോടെ ആൺസുഹൃത്ത് റമീസിൽ നിന്നുണ്ടായ കടുത്ത അവഗണനയെ തുടർന്നാണെന്നാണ് പോലീസിന്റെ നിഗമനം. അഗാധ പ്രണയത്തിനിടയിലും റമീസ് തന്റെ ഫോൺ പോലും എടുക്കാതായത് പെൺകുട്ടിയെ മാനസിക സമ്മർദ്ദത്തിലാക്കി. കേസിൽ റമീസിന്റെ മാതാവിനെയും പിതാവിനെയും പ്രതി ചേർക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ഇരുവരെയും ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. എന്നാൽ പ്രതിയുടെ കുടുംബം വീട് പൂട്ടി മുങ്ങിയെന്നാണ് നിലവിലെ സൂചനകൾ. റമീസിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. യുവതിയുടെ ആത്മഹത്യക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. പ്രതി റമീസിന്റെ പേരിൽ നിരവധി കേസുകളുണ്ട്. അടിപിടി കേസുകളിലെ സ്ഥിരം പ്രതിയാണ് റമീസ് എന്ന് പോലീസ് പറയുന്നു. യുവതിയുടെ മരണത്തിൽ റമീസിന്റെ അറസ്റ്റ് ഇന്നലെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. യുവതിയെ മതം മാറാൻ റമീസ് നിർബന്ധിച്ചെന്ന ആത്മഹത്യക്കുറിപ്പിൽ പരാമർശമുണ്ട്. മകൾ ഭീഷണിയും ക്രൂരമർദ്ദനവും നേരിട്ടെന്ന് യുവതിയുടെ അമ്മയും റമീസ് മർദ്ദിച്ചെന്ന് യുവതിയുടെ കൂട്ടുകാരിയും സ്ഥിരീകരിച്ചിരുന്നു. റമീസിന്റെയും യുവതിയുടെയും വാട്സപ്പ് ചാറ്റിൽ നിന്ന് ആത്മഹത്യ പ്രേരണയ്ക്കും ശാരീരിക ഉപദ്രവത്തിനും പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. മതം മാറാൻ ആവശ്യപ്പെട്ട റമീസ് യുവതിയെ പൂട്ടിയിട്ട് മർദ്ദിച്ചെന്ന് യുവതിയുടെ ബന്ധുക്കൾ ആരോപിച്ചു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. യുവതി മരിക്കുന്നതിന് മുമ്പ് കൂട്ടുകാരിയോട് റമീസ് ദ്രോഹിച്ചതടക്കം കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരുന്നു. യുവതിയുടെ ഫോണിൽ നിരവധി തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. യുവതിയുടെ കുടുംബവും കൂട്ടുകാരിയും പോലീസിന് വിശദമായ മൊഴി നൽകും. മതം മാറാൻ യുവതി ആദ്യം തയ്യാറായിരുന്നു. എന്നാൽ റമീസിന്റെ വഴിവിട്ട ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ യുവതി മതം മാറില്ലെന്ന് തീരുമാനത്തിലെത്തി. തുടർന്ന് അനാശാസ്യ പ്രവർത്തനത്തിന് റമീസ് പിടിയിലായിട്ടും താൻ ക്ഷമിച്ചതായും യുവതിയുടെ കുറിപ്പിലുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് യുവതി വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. മരിക്കും മുൻപ് ആത്മഹത്യക്കുറിപ്പ് റമീസിന്റെ മാതാവിന് യുവതി ഫോണിൽ അയച്ചു കൊടുത്തിരുന്നു. ഇവർ അറിയിച്ചതനുസരിച്ച് യുവതിയുടെ മാതാവ് വീട്ടിലെത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ആലുവയിൽ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് റമീസും പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നത്. വിവാഹം നടത്താനും വീട്ടുകാർ ധാരണയിലെത്തിയതായിരുന്നു. പിന്നീടുണ്ടായ സംഭവങ്ങളാണ് യുവതിയുടെ ആത്മഹത്യയിലെത്തിയത്. മതമാറ്റ ആരോപണത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. സത്യമെന്ന് തെളിഞ്ഞാൽ റമീസിനെതിരെ കൂടുതൽ വകുപ്പുകളും ചുമത്തിയേക്കും. വീടിനുള്ളിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചുവെന്ന ആരോപണത്തിൽ റമീസിന്റെ മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും പോലീസ് ചോദ്യം ചെയ്യും. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തുടരന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. പിതാവിന്റെ മരണത്തിന്റെ 40-ാം നാളാണ് പെൺകുട്ടി ജീവനൊടുക്കിയത്. മാനസികമായി ഏറെ തകർന്ന പെൺകുട്ടിയെ റമീസും വീട്ടുകാരും കൂടുതൽ ബുദ്ധിമുട്ടിച്ചുവെന്നും പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നു. ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് തന്റെ മരണക്കുറിപ്പിൽ പെൺകുട്ടി വ്യക്തമാക്കുന്നു. റമീസിന്റെ വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് യുവതിയെ റമീസും കുടുംബാംഗങ്ങളും മർദ്ദിച്ചുവെന്ന് യുവതിയുടെ സഹോദരൻ വെളിപ്പെടുത്തിയിരുന്നു. ആത്മഹത്യക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പിന്നീട് അത് ആത്മഹത്യ പ്രേരണ കുറ്റമായി. റമീസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിനും മർദ്ദിച്ചതിനും കേസെടുത്തത്. പ്രതി റമീസിനായിട്ടുള്ള 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ പോലീസ് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് വിവരം. നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമം നടത്തിയെന്ന പരാതിയിൽ തെളിവ് ശേഖരണത്തിന് ശേഷം നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം.